എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശിവപുരാണ ശ്രവണത്തിൻ്റെ മഹത്വം, കുംഭമേളയിൽ, ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കുംഭമേളയിൽ വച്ച് മഹാശിവപുരാണം കേട്ടാലുള്ള മഹത്വം എന്തെന്ന് വിവരിച്ചു തന്നാലും എന്ന് ശൗനകാദി മുനിമാർ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാം അറിയുന്ന സൂതൻ പണ്ട് കിരാതം എന്ന നഗരത്തിൽ ജീവിച്ചിരുന്ന ദേവരാജൻ എന്ന ബ്രാഹ്മണൻ്റെ കഥ ഉദാഹരണമായി പറഞ്ഞു. ബ്രാഹ്മണനായിരുന്നെങ്കിലും ദേവരാജൻ കുലോചിതമായതിന് വിപരീതമായ കാര്യങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. കുളി, ജപം, വേദപുരാണ പഠനം എന്നിവ ഒട്ടും ഉണ്ടായിരുന്നില്ല അയാൾക്ക്. മദ്യവിൽപ്പന, അമിത പലിശയ്ക്ക് പണം കടം കൊടുക്കൽ, അടിപിടി, ധനാപഹരണം ഇവ നിത്യവും ചെയ്തിരുന്ന ദേവരാജൻ വലിയ ധനികനായിരുന്നു. അച്ഛനമ്മമാരെയും ഭാര്യയെയും സംരക്ഷിക്കാതെ പരസ്ത്രീഗമനം വേണ്ടുവോളം നടത്തിയിരുന്നു. ഒരു ദിവസം ചന്തയിൽ വച്ച് ദേവരാജൻ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. അന്വേഷിച്ചപ്പോൾ അവൾ ഒരു മോശം സ്ത്രീയാണെന്ന് അറിഞ്ഞ് ദേവരാജൻ അവളുടെ ഒപ്പം കൂടി. ഇവൻ ധനികനായതിനാൽ അവൾക്കും എതിരൊന്നും ഉണ്ടായില്ല. വൃദ്ധരായ അച്ഛനമ്മമാരെയും ഭാര്യയെയും മക്കളെയും അവരുടെ വിധിക്ക് വിട്ട് ആ ദുഷ്ടൻ അവളുടെ കൂടെ ജീവിച്ചു. ദുരാഗ്രഹിയായ അവൾ അവൻ്റെ പണം മുഴുവൻ ധൂർത്തടിച്ചും അപഹരിച്ചുകൊണ്ടിരുന്നു. കാലം കടന്നുപോയി. അയാൾക്ക് വയസ്സായി. വരുമാനം കുറഞ്ഞു. കരുതി വച്ചിരുന്ന മുതലെല്ലാം അവളുടെ കയ്യിലായപ്പോൾ അവൾ ആ പാപിയെ വീട്ടിൽ നിന്നും, എന്തിന്, നഗരത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇരുന്നും എച്ചിൽ പെറുക്കിയും വിശപ്പടക്കി എങ്ങോട്ടെന്നില്ലാതെ ദേവരാജൻ നടന്നു. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പനിച്ച് വിറച്ച് ഗംഗയുടെ കരയിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ പന്തലിൽ ധാരാളം സന്യാസിമാർ ഇരിക്കുന്നത് കണ്ടു. പലരും ഭക്ഷണവും കഴിക്കുന്നുണ്ടായിരുന്നു. വിശപ്പ് കാരണം വേറെ ഒന്നും നോക്കാതെ അയാൾ വേച്ച് ആ പന്തലിലേക്ക് കയറിയ ഉടനെ ക്ഷീണവും പനിയും കാരണം അവിടെ കുഴഞ്ഞു വീണു. ആ സന്യാസിമാർ നൽകിയ ഭക്ഷണം കഴിച്ച് ആ പന്തലിൽ തന്നെ അവൻ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞ് മയക്കത്തോടെ അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു വൃദ്ധ സന്യാസി ഇരുന്ന് ഏതോ കഥ പറയുകയാണ്. മറ്റുള്ളവർ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. പ്രയാഗിൽ ഗംഗയുടെ തീരത്ത് മഹാകുംഭമേള നടക്കുകയാണെന്നോ ആ സന്യാസിമാർ ശിവപുരാണം വായിച്ച് കേൾക്കുകയാണെന്നോ ഒന്നും അവന് അറിയില്ലായിരുന്നു. അവൻ വീണ്ടും ഉറങ്ങിപ്പോയി. ഇടയ്ക്കെങ്ങോ ഉണർന്നപ്പോൾ ഒരു സന്യാസി അവന് ഭക്ഷണം കൊടുത്തു. അതും കഴിച്ച് ആ കിടപ്പിൽ തന്നെ ഇവർ എന്താണ് പറയുന്നത് എന്ന് അവൻ ശ്രദ്ധിച്ചു. ഏതോ ഒരു കൈലാസനാഥൻ്റെ കഥയാണ് എന്ന് മാത്രം അവന് മനസ്സിലായി. അങ്ങനെ ഊണിൻ്റെയും ഉറക്കത്തിൻ്റെയും ഇടവേളയിൽ അവർ പറയുന്ന ചില കഥാഭാഗങ്ങൾ ദേവരാജൻ അവിടെ കിടന്നുകൊണ്ട് കേൾക്കാനിടയായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ദേവരാജൻ മരിച്ചു. യമകിങ്കരന്മാർ വന്ന് ആ മഹാപാപിയുടെ യാതനാജീവനെ യമലോകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചിത്രഗുപ്തൻ അവൻ ചെയ്തിട്ടുള്ള കൊടും പാപങ്ങൾ ഓരോന്നായി വായിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പുറത്ത് ഒരു ആരവം കേട്ടു. കൈലാസത്തിലെ ദിവ്യവിമാനം പുറത്തു വന്നു നിൽക്കുന്നു. അതിൽ നിന്ന് ദേഹമാസകലം ഭസ്മം പൂശി രുദ്രാക്ഷമാലകൾ അണിഞ്ഞ് കയ്യിൽ ത്രിശൂലവും ഏന്തി 4 ശിവദൂതന്മാർ ഇറങ്ങി വന്ന് ദേവരാജൻ്റെ യാതനാ ശരീരം കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി. യമദൂതർ തടയാൻ നോക്കിയപ്പോൾ വലിയ ബഹളമായി. കോലാഹലം കേട്ട് ഇറങ്ങി വന്ന യമധർമ്മ രാജാവിന് ശിവദൂതരെ കണ്ടപ്പോൾ ദിവ്യദൃഷ്ടിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി. യമധർമ്മ രാജാവ്
ശിവദൂതരെ ബഹുമാനിച്ച് ദേവരാജൻ്റെ യാതനാശരീരം അവർക്ക് വിട്ടുകൊടുത്തു. അവർ അവനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ധനാഗ്രഹത്താൽ പലരെയും വധിച്ചിട്ടുള്ളവനും മാതാപിതാക്കളെയും ധർമ്മപത്നിയെയും അനാഥരാക്കി ഉപേക്ഷിച്ച മദ്യപാനവും വേശ്യാസംസർഗവും ചെയ്തിരുന്നവനുമായ ദേവരാജന് കുറച്ചു നേരമാണെങ്കിലും അറിയാതെയാണെങ്കിലും മഹാകുംഭമേളയിൽ വച്ച് ശിവപുരാണം കേൾക്കാൻ ഇടയായതിനാൽ ശ്രീകൈലാസം പോകാനായി. അപ്പോഴേക്കും സന്ധ്യാവന്ദനത്തിന് സമയമായതിനാൽ എല്ലാവരും അതിനായി പിരിഞ്ഞു. ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ. നമഃ ശിവായ. നമഃ ശിവായ. നന്ദി.